അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് വീഡിയോയിൽ നോക്കുന്നത് പാദവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യപേപ്പറാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക. അതുപോലെ മറ്റുള്ളവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകത്തിലെ പാദവാർഷിക പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യോത്തരങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. പുതിയ സിലബസ് ആയതുകൊണ്ട് ഇതുവരെ ചോദ്യപേപ്പറൊന്നും ആർക്കും ലഭിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു മോഡലാണ് നമ്മളിവിടെ നോക്കുന്നത്. നമ്മൾ 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ആദ്യത്തെ പരീക്ഷ കൂടിയാണ്. അപ്പോൾ അവർക്ക് ഏത് രൂപത്തിലാണ് ഉണ്ടാവുക എന്നറിയില്ല. അപ്പോൾ അതിന് ഒരു മോഡൽ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം പേപ്പറിൽ ഇസ്മി എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ മക്കളെ പേരാണ് എഴുതേണ്ടത്. ചിലപ്പോൾ ഉസ്താദിനെ എഴുതി കൊടുക്കും, അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യുക, പേര് എഴുതിയൊന്ന് പഠിപ്പിക്കുക. അവരുടെ പേര് അറബിയിൽ എഴുതുന്ന രൂപം എഴുതി പഠിപ്പിക്കുന്നതാണ് നല്ലത്. ഇത് കിതാബത്ത് പരീക്ഷയാണ് കേട്ടോ. കിതാബത്തും ഖിറാഅത്തും അങ്ങനെ 2 പരീക്ഷകളാണ് ഉള്ളത്. അതിൽ കിതാബത്ത് എന്ന് പറഞ്ഞാൽ എഴുത്ത് പരീക്ഷ എന്നാണ്, എഴുതിപ്പിക്കലാണ്. അപ്പോൾ കുട്ടികളെ കയ്യിൽ പേന, പെൻസില്, മായ്ക്ക്, റബ്ബർ, അതുപോലെ കളറ് ഇതൊക്കെ കൊടുത്തു വിടലാണ് നല്ലത്. അത് ചിലപ്പോൾ അവർക്ക് വരയ്ക്കാനുണ്ടാകും, അതുപോലെ തന്നെ കളർ കൊടുക്കാനുണ്ടാകും, അങ്ങനെയൊക്കെ ഉണ്ടാവാം, സാധ്യത ഉണ്ട്, ഉറപ്പില്ല, അധികം വന്നിട്ടുണ്ട്. ഇനി ആദ്യ പ്രവർത്തനം ഇതാണ്. ചിത്രം നോക്കി വിട്ടുപോയ അക്ഷരം എഴുതാം. ചിത്രം നോക്കിയിട്ട് വിട്ടുപോയ അക്ഷരം ഏതാണെന്ന് മനസ്സിലാക്കുക. ഇവിടെ ഒന്നാമതായി കൊടുത്തിട്ടുള്ള ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ? ഇവിടെ എന്തോ ഒരു അക്ഷരം വിട്ടുപോയിട്ടുണ്ട്. റുബുൻ എന്നേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഒന്നാമത്തെ അക്ഷരം കാണുന്നില്ല. നിങ്ങൾക്കറിയില്ല ഒന്നാമത്തെ അക്ഷരം ഏതാണെന്ന്? അതെ, ദ അല്ലേ? ദർബുൻ, ദർബുൻ. ദ എന്ന അക്ഷരം അവിടെ കൊടുക്കേണ്ടത്. രണ്ടാമത്തതോ ഇഷ്ടിക അല്ലേ? അറബിയിൽ എന്താ നമ്മൾ പറയാ? ഇവിടെ കൊടുത്തിട്ടുണ്ട് ബിനുൻ, ബിനുൻ എന്നാ കൊടുത്തിട്ടുള്ളത്. എന്താണ് ഇവിടെ പോയ അക്ഷരം? ല, ലബിനുൻ. ഇതിനൊക്കെ 3 മാർക്കാണ് കേട്ടോ ഓരോന്നിനും. ഇനി അടുത്ത ചിത്രം. ഇവിടെ നിങ്ങൾക്കൊരു ടൈ കാണുന്നുണ്ട് അല്ലേ? ടൈ, കഴുത്തിലൊക്കെ ചുറ്റുന്ന ടൈ. അതിന് നമ്മൾ ഒരു വാക്ക് പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഏതോ ഒരു അക്ഷരം പോയിട്ടുണ്ട്. ബാക്കിയുണ്ട്, അവിടെ കൊടുത്തിട്ടുണ്ട് റബുൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്നാമതായി പോയ അക്ഷരം ഏതാണ്? ഉ, ഉറബുൻ, ഉറബുൻ. ഇനി അവസാനത്തെ ചിത്രം. ചിത്രം എന്താണ്? ചെടിയാണ് അല്ലേ? ചെടിക്ക് നമ്മൾ അറബിയിൽ തഫീൽ പഠിച്ചത് എന്താണ്? ഇവിടെ ഏതോ ഒരു അക്ഷരം പോയിട്ടുണ്ട്, ആ വാക്കിൽ ഒരു അക്ഷരം പോയിട്ടുണ്ട്, ഒന്നാമത്തെ അക്ഷരം. ഇവിടെ ബുത്തുൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ വന്ന അക്ഷരം ഏതാണ്? ന, ന ബുത്തുൻ, നബുത്തുൻ. അങ്ങനെ ഒന്നാമത്തെ പ്രവർത്തനം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പ്രവർത്തനം. രണ്ടാമത്തെ പ്രവർത്തനം സിമ്പിളാണ്. ഇതുപോലൊക്കെ പ്രവർത്തനങ്ങൾ വരാറുണ്ട്. വാക്കിൻ്റെ നിറം നോക്കി കോളത്തിൽ എഴുതാം. ഇവിടെ നിങ്ങൾക്ക് ഈ ബോർഡിൽ കാണാൻ കഴിയും, കുറേ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വായിച്ചു പോയത് പഠിച്ചതുമായ വാക്കുകളാണ്. ഇതിൻ്റെ നിറം നോക്കിയിട്ട് അതിനനുസരിച്ച് കോളം ഉണ്ടാവും. നിറത്തിൻ്റെ കോളം ഇതാ, ഈ കോളം ഇതിൻ്റെ നിറമാണ് ചുമപ്പ്. ഇതാ ഈ കോളം. അപ്പോൾ ഇവിടെ എഴുതണം. അപ്പോൾ ഇതേപോലെ നിറം നോക്കിയിട്ട് എന്ത് ചെയ്യുക? കോളങ്ങളിലേക്ക് എഴുതിയെടുക്കുക. ഒന്നാമത്തെ വാക്ക് നംലുൻ, നംലുൻ. അതിന് യോജിച്ച നിറം ഏതാണ്? ഇവിടെയുണ്ട്, അതിലേക്ക് എഴുതിയെടുക്കും. അടുത്തത് ദുററുൻ, ദുററുൻ.
അതിന് യോജിച്ച കള്ളി എന്താ ഇവിടെയുണ്ട്. 5 മാർക്ക് ലഭിക്കും അതിനും. ശരിയാണെങ്കിൽ 5 മാർക്ക്. അടുത്തത് ദിഫ്ലുൻ. ദിഫ്ലുൻ ഇതിൻ്റെ കളർ എവിടെ? ഇതാ ഇളം പച്ച. ഇനി കെബിദുൻ. കെബിദുൻ. കെബിദുൻ അത് ഏതാ കളറ്? നീലയാണ് അല്ലേ, ഇളം നീല. ഇനി അടുത്തത് തിർമുൻ. തിർമുൻ അതിന് യോജിച്ചതോ? ഇതാ മഞ്ഞ. ഇതിലാണ് എഴുതേണ്ടത്. അതിന് 3 മാർക്ക് ലഭിക്കും. അവസാനത്തത് നിസബുൻ. നിസബുൻ. നിസബുൻ അതിന് വെള്ള നിറാണ്. അപ്പം അതുകൊണ്ട് ഈ വെള്ളക്കുളത്തിൽ എഴുതിയാൽ 5 മാർക്ക് ലഭിക്കും. ഓക്കെ, കുട്ടികളോട് ശ്രദ്ധിച്ച് എഴുതാൻ പറയണം. അക്ഷരങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ മുകളിലുള്ള ഫത്തഹും കെസറോ ലമ്മോ സുക്കൂനോ ഷദ്ദോ ഇതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, പോവാൻ പാടില്ല. എഴുതി കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട് കുട്ടികളോട്. അവർ ചിലപ്പോൾ പെട്ടെന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യും, സ്ഥാനത്ത് കൊടുക്കും. ഇനി വളരെ സിമ്പിളായ മറ്റൊരു പ്രവർത്തനമാണ്. പാത്രത്തിൻ്റെ മുകളിൽ എഴുതിയ വാക്ക് അക്ഷരങ്ങളായി ഓരോ ഇലയിലും എഴുതാം. ഇവിടെ വലതുഭാഗത്ത് ഒരു പാത്രം കൊടുത്തിട്ടുണ്ട്. ചെടിക്ക് വെള്ളം ഒഴിച്ചെടുക്കുന്ന ഒരു പാത്രം. അപ്പം അതിൻ്റെ മുകളിൽ അറബിയിൽ എന്തോ എഴുതിയിട്ടുണ്ട്. എന്താണ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. നിങ്ങൾ വായിച്ചില്ലേ? അതെ. എന്താണ്? നബ്തുൻ. അതിനല്ലേ നിങ്ങൾ വായിച്ചത്? അതെ. അപ്പോൾ ഈ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ 3 ഇലകളിലും ഓരോ അക്ഷരങ്ങളാക്കി നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിലെ ഓരോ അക്ഷരം എഴുതണം. ഒന്നാമത്തത് നൂനല്ലേ, നബ്ത്ത് എന്നുള്ളത് ന. രണ്ടാമത്തത് ബ ബി ബു ബ്. മൂന്നാമത്തത് തുൻ, അത് മൂന്നാമത്തതിൽ എഴുതാം. ഇനി ഇടതുഭാഗത്ത് മറ്റൊരു ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന പാത്രം കാണും. അതിൻ്റെ മുകളിലും ഇതുപോലെ അറബിയിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് വായിക്കേണ്ടത്? റജുലുൻ. റജുലുൻ. ഇനിയോ ഇതിലെ ഓരോ അക്ഷരങ്ങളും ഓരോ ഇലയിലേക്ക് എഴുതണം. ഒന്നാമത്തെ അക്ഷരം റ, ഇവിടെ എഴുതുക. രണ്ടാമത്തെ അക്ഷരമോ ജീമാണ്, ജു, അതിങ്ങോട്ട്. പിന്നെ ലുൻ, ലാമാണ്, അപ്പോൾ അതിങ്ങോട്ട്. ഇങ്ങനെ തന്ന വാക്കിന് എന്ത് ചെയ്യുക, വേറെ വേറെ അക്ഷരങ്ങളാക്കി മാറ്റി എഴുതുന്ന പ്രവർത്തനങ്ങളും പരീക്ഷയിൽ വരാറുണ്ട്. ഇത് എഴുത്തു പരീക്ഷയാണ്. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോകളിൽ നമുക്ക് വായനാ പരീക്ഷയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കാണിക്കുന്ന ഈ പേപ്പറിൻ്റെ PDF ആവശ്യമുണ്ടെങ്കിൽ ഇൻഷാ അള്ളാ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ എന്ത് ചെയ്യുക, വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് വിടുക. അതിലെന്ത് ചെയ്യുക, ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യുക, അത് പർച്ചേസ് ചെയ്യുക. ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്തിട്ട് അതിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.